യേശുക്രിസ്തുവിനായി സ്വയം നൽകുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇന്ന് തിരുസഭ വിശുദ്ധ സ്റ്റീഫന്റെ അഥവാ സ്റ്റെഫാനോസിന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ നേരുന്നു. കത്തോലിക്ക സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി, AD 5 ജനിക്കുകയും AD 34 ജെറുസലത്ത് വച്ച് മരണമടയുകയും ചെയ്യുന്ന വിശുദ്ധൻ. തിരുപ്പിറവി കഴിഞ്ഞു വരുന്ന ഒക്ടേവ് തിരുനാൾ ദിനങ്ങളിൽ അഥവാ ക്രിസ്മസ് അനന്തരമുള്ള അഷ്ടദിനാചരണ ദിനങ്ങളിൽ വരുന്ന 2 വിശുദ്ധരുടെ തിരുനാളുകൾ, ഒന്ന് വിശുദ്ധ സ്റ്റീഫന്റെയും 2 വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെയും, 3-ാമത്തെ തിരുനാൾ വിശുദ്ധ പൈതങ്ങളുടെയും തിരുനാളുകളാണ്. ഈ തിരുനാളുകൾ അറിയപ്പെടുന്നത് കൊമിറ്റസ് ക്രിസ്തി എന്നാണ്. ദ ഹോണറി കമ്പാനിയൻസ് ഓഫ് ദ ഡിവൈൻ ചൈൽഡ്, ദൈവ പൈതലിൻ്റെ ഏറ്റവും ആദരണീയരായ പങ്കാളികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് അഥവാ ഈ തിരുനാൾ അറിയപ്പെടുന്നത്. വിശുദ്ധ സ്റ്റെഫാനോസിൻ്റെ തിരുനാൾ 4-ാം നൂറ്റാണ്ടിൽ പൗരസ്ത്യ സഭയിൽ ആരംഭിക്കുകയും 5-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ സഭയിലുടനീളം ഈ വണക്കം പടർന്നു പിടിക്കുകയും ചെയ്തു അഥവാ പ്രചരിക്കുകയും ചെയ്തു. 415-ാം AD വിശുദ്ധ സ്റ്റെഫാനോസിൻ്റെ തിരുശേഷിപ്പ് കണ്ടുകിട്ടുന്നത്. അദ്ദേഹത്തെ അടക്കം ചെയ്തത് ദ ഹോളി ട്രിനിറ്റി സെന്റ് സെർജിയൂസ് എന്ന റഷ്യയിലുള്ള ലോറ എന്ന സ്ഥലത്തുള്ള ബസലിക്കയിലാണ്. സ്റ്റീഫൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്രൗണ്ട് അഥവാ മുടി ധരിപ്പിക്കപ്പെട്ടവൻ, കിരീടമണിഞ്ഞവൻ എന്നൊക്കെയാണ്. ഇന്നത്തെ സുവിശേഷം പറയും, അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. 1-ാം വായനയിൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ വിശുദ്ധ സ്റ്റീഫൻ എന്ത് പറയണമെന്ന് സ്വർഗം തുറന്ന് ദൈവം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്രകാരമാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അപ്പോൾ അവൻ്റെ കാഥകർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞടുക്കുകയും ചെയ്തു. അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. പ്രിയമുള്ളവരെ, യേശുനാഥൻ്റെ ജനന തിരുനാളിന് ശേഷമുള്ള ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ നമ്മോട് പറഞ്ഞു തരുന്നത്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവപുത്രൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശം സ്വർഗത്തിൽ നിന്നും നിങ്ങൾക്ക് കാണിച്ചു തരും എന്നാണ്. അതിനാൽ തന്നെ ഓരോ പ്രാർത്ഥനയിലും 31-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ സങ്കീർത്തകനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയരെ, ഏവർക്കും സ്വർഗീയ സ്നേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ നിറവുള്ള ജീവിതാനുഭവം വിശുദ്ധ സ്റ്റെഫാനോസിൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ. മാർ സ്തെഫാനോസ് സഹദേ, പരിശുദ്ധനാം സഹദേ, മാർ സ്തെഫാനോസ് സഹദേ, കല്ലേറുകളാൽ നോവും നേരത്തും കല്ലേറിഞ്ഞോർക്കായി പ്രാർത്ഥിച്ചവനെ, കല്ലേറുകളാൽ നോവും നേരത്തും കല്ലേറിഞ്ഞോർക്കായി പ്രാർത്ഥിച്ചവനെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.
പ്രിയനാം സഹദാ കാൽവരിയിൽ ക്രൂശിതനാ കർത്തൻ തൻ പ്രിയനാം സഹദാ ലോകയാത്രയിൽ നീ കാവലായെന്നും തീരണേ തുണയായി വിശുദ്ധനാം സഹദേ തെളിവായി എരിയും തിരിപോൽ കൂരിരുളിൻ താഴ്വരയിൽ തെളിവായി എരിയും തിരിപോൽ അടയാതെ എന്നും സാന്ത്വനം പകരാനലിവായരുളോ വിശുദ്ധനാം സഹദേ മാർ സ്തേഫാനോ സഹദേ പരിശുദ്ധനാം സഹദേ മാർ സ്തേഫാനോ സഹദേ കല്ലേറുകളാൽ നോവും നേരത്തും കല്ലേറിഞ്ഞോർക്കായി പ്രാർത്ഥിച്ചവനെ കല്ലേറുകളാൽ നോവും നേരത്തും കല്ലേറിഞ്ഞോർക്കായി പ്രാർത്ഥിച്ചവനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.